നമസ്കാരം. സാധാരണ വോട്ടറുടെ മനസ്സിൽ ദീർഘകാലമായി നീറി നിൽക്കുന്ന സംശയം ഒന്നുകൂടി ബലപ്പെടുത്തി എലോൺ മസ്ക് രംഗത്തു വന്നതിനു പുറമെ മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിനെ ചുറ്റിപ്പറ്റി വന്ന വാർത്തയെ പിൻപറ്റി രാഹുൽ ഗാന്ധിയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ വോട്ടെണ്ണൽ ദിനത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് EVM തുറക്കാൻ ശ്രമിച്ചയാൾക്കെതിരെ പോലീസ് കേസെടുത്തതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിലേക്ക് നയിച്ചത്. മുംബൈ നോർത്ത് വെസ്റ്റ് MP രവീന്ദ്ര വായ്ക്കറിന്റെ ബന്ധുവായ മങ്കേഷ് പാണ്ഡിൽക്കർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗോറേഗാവിലെ ബൂത്തിൽ വെച്ചാണ് പാണ്ഡിൽക്കർ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് EVM തുറക്കാൻ ശ്രമിച്ചത്. പോളിംഗ് ഉദ്യോഗസ്ഥനായ ദിനേശ് ഗൗരവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. കൗണ്ടിംഗ് സെന്ററുകളിൽ മൊബൈൽ ഫോണിന് നിരോധനമുണ്ട്. എന്നാൽ പാണ്ഡിൽക്കർ ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് EVM തുറക്കാൻ ശ്രമിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കാണുകയും ഇത് റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കുകയുമായിരുന്നു. റിട്ടേണിംഗ് ഓഫീസർ വൻഡായ് പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കേസെടുക്കാൻ തീരുമാനിച്ചത്. ഫോൺ ഉപയോഗിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തുറക്കാൻ OTP ജനറേറ്റ് ചെയ്യാനായിരുന്നു ഇയാൾ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ നിന്നുള്ള MP യാണ് രവീന്ദ്ര വായ്ക്കർ. ശിവസേന ഉദ്ധവ് വിഭാഗത്തിലെ അമോൽ ഗജാനൻ കീർത്തിക്കറയാണ് വായ്ക്കർ പരാജയപ്പെടുത്തിയത്. പക്ഷേ വെറും 48 വോട്ടിനായിരുന്നു ജയം. ഇതോടെ വലിയ വിവാദവും ഉയർന്നിരുന്നു. കോടതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യുമെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞിരുന്നു. ഈ സീറ്റിലെ ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്ഥാനാർത്ഥികളിൽ പലരും പരാതികളും നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തിട്ടുണ്ട്. പാണ്ഡിൽക്കർക്ക് ഇയാൾ മൊബൈൽ ഫോൺ കൈമാറി എന്നാണ് ആരോപണം. ദിനേഷ് ഗുരാവ് എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ കൈവശം EVM തുറക്കുന്നതിനുള്ള OTP ജനറേറ്റ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. സാധാരണ ബൂത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാത്രമാണ് ഫോൺ ഉപയോഗിക്കുക. മറ്റാർക്കും ഉപയോഗിക്കാൻ അനുമതിയില്ല. എന്നാൽ ദിനേശ് അനധികൃതമായി ഫോൺ പാണ്ഡിൽക്കർക്ക് നൽകുകയായിരുന്നു എന്നാണ് ആരോപണം. അതേസമയം പാണ്ഡിൽക്കറുടെയും ദിനേശിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. OTP ഉണ്ടാക്കുന്നതിനായി ഈ ഫോൺ ഉപയോഗിച്ചോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. പാണ്ഡിൽക്കർ ഈ ഫോൺ രാവിലെ മുതൽ വൈകിട്ട് 4 വരെ ഉപയോഗിച്ചുവെന്നാണ് പോലീസ് കരുതുന്നത്. ഈ ഫോണിൽ നിന്ന് കോൾ ചെയ്തിരുന്നതായി പാണ്ഡിൽക്കർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. നിയമപ്രകാരം ഈ ഫോണുകൾ റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറേണ്ടതുണ്ട്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഇവ കൈമാറിയില്ലെന്നും പോലീസ് അന്വേഷിക്കും. ഇതിനായി 3 അംഗ ടീമിനെ മുംബൈ പോലീസ് നിയോഗിച്ചിരിക്കുകയാണ്. പോലീസ് ഈ ഫോൺ ഫോറൻസിക് ലാബിലേക്കും അയക്കും. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൂത്തിലെ CCTV ദൃശ്യങ്ങൾ പോലീസിന് നൽകുന്നില്ലെന്ന് ശിവസേന UBT നേതാവ് ആദിത്യ താക്കറെ ആരോപിച്ചു. ഇതൊക്കെയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിവരങ്ങളെങ്കിൽ എലോൺ മസ്കിന്റെ പ്രസ്താവനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കേണ്ടതിന് പകരം മുൻ മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് എന്തിന് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. രാജീവിന്റെ പ്രതികരണത്തിൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പഴഞ്ചൊല്ല് ആരെങ്കിലും ഓർത്തുപോയെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല.